Unitaste Ashwamedham, powered by Oxygen, the digital expert, Nish Kanyakumari, Yellow Cloud, Lumina Technolab in association with SBI. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. താങ്ക് യു. നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിയിലെ മരങ്ങൾക്കും പറവകൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് വിശ്വസിച്ചിരുന്ന സുന്ദർലാൽ ബഹുഗുണ ഉജ്ജ്വലമായ ഒരു പാരിസ്ഥിതിക പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിനിട്ട പേര് ചിപ്കോ എന്നാണ്. ചിപ്കോ എന്ന വാക്കിന് ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ മരങ്ങളെ കെട്ടിപ്പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അറിവിനെ ആലിംഗനം ചെയ്യുന്ന ഈ വൈജ്ഞാനിക സ്നേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Unitaste Ashwamedham, powered by Oxygen, the digital expert, Nish Kanyakumari, Luminar, Yellow Cloud in association with SBI. ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നു വരുന്ന മത്സരാർത്ഥി പാരൻറ്റിങ്ങിൽ മികച്ച കൗൺസിലിംഗ് നടത്തുന്ന ഒരു കൗൺസിലിംഗ് ആക്ടിവിസ്റ്റാണ്. നിരവധി സ്ഥാപനങ്ങളുടെ ലൈസൺ ഓഫീസറായി പ്രവർത്തിക്കുന്നു. പബ്ലിക് റിലേഷൻസിലാണ് കൂടുതൽ കമ്പവും പ്രവർത്തനവും ഉള്ളത്. വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള നിരവധി സ്ഥാപനങ്ങളിലെ പബ്ലിക് റിലേഷൻസ് മേഖല കൈകാര്യം ചെയ്യുന്ന മൈഥിലി പ്രതീഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മൈഥിലി, പ്ലീസ് വാക്ക് ഇൻ. ഹലോ മൈഥിലി പ്രതീഷ്. അതെ സർ. സ്ഥലം എവിടെയാണ് മൈഥിലി? കരുനാഗപ്പള്ളി. പഠിച്ചതൊക്കെ? എൻ്റെ സ്ഥലം പാലക്കാടാണ്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എല്ലാം പാലക്കാട് തന്നെ. പാലക്കാടായിരുന്നു. ചിറ്റൂർ. പ്രതീഷ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇവിടെ INPRDയിൽ ഇൻഫർമേഷൻ ഓഫീസറാണ്. നമ്മുടെ അതെ, പബ്ലിക് റിലേഷൻസ്. അതെ, പ്രസ് റിലീസിൻ്റെ ഹെഡാണ്. ഹെഡ്. പിന്നെ മൈഥിലിയുടെ ഈ പറഞ്ഞ കരിയർ കൗൺസിലിംഗ്, പാരൻറ്റിങ് കൗൺസിലിംഗ്, ഇതൊന്നും അല്ലാതെയുള്ള ഇഷ്ടങ്ങൾ? ശരിക്കും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും മാനേജ്മെൻറ്റാണ് താല്പര്യം. പക്ഷേ PR-ലേക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യവും. എൻ്റെ കറണ്ട് വർക്ക് അത് റിലേറ്റഡ് ആണ്. പൊതുവെ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ് അല്ല, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്സ്, ലോഞ്ചിങ് പ്രോസസ്സസ്, അല്ലെങ്കിൽ ഒരു അപ്രൂവൽസ്, ഗവൺമെൻറ് അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു ലൈസൺ വർക്ക്സ്. കുട്ടികൾ? ഒരാളാണ് 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോട്ടയത്താണ് പഠിക്കുന്നത്. തീർത്ഥ പെൺകുട്ടിയാണ്. അതെ. മൈഥിലി ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നൃത്തം സ്കൂൾ ലെവലിൽ നമ്മൾക്ക് അങ്ങനത്തെ ആക്ടിവിറ്റി ഉള്ള സ്ഥലമായിരുന്നു പാലക്കാട്. ചിറ്റൂർ പ്രത്യേകിച്ചും ഒരു കലാപരമായി, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു തിരുവനന്തപുരം പോലെയല്ല, കുറച്ച് ചെറിയ ഗ്രാമമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു ലൈബ്രറി ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതൽ. കോളേജിലാണോ പഠിച്ചത്? വിക്ടോറിയയിലാണ്. ചിറ്റൂർ തത്തമംഗലമൊക്കെ അറിയില്ലേ? അതെ. പഠിച്ചത് ചിറ്റൂർ സ്കൂളിലാണ്, വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂൾ. തത്തമംഗലത്ത് PWD ഗസ്റ്റ് ഹൗസിന് മുന്നിലായിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. പണ്ടൊരു ചെറിയ കടയാണ്. നല്ല രാമശ്ശേരി ഇഡ്ഡലി കിട്ടും അവിടെ. രാമശ്ശേരി വളരെ അടുത്താണ്, ഒരു 6 കിലോമീറ്റർ അത്ര. അശ്വമേധം കാണാറുണ്ടായിരുന്നോ പണ്ട്? കാണാറുണ്ട്. ഇപ്പോഴും കാണും? ഇപ്പോഴും ഉണ്ട്. ഇഷ്ടമാണ്. ഓൾ ദ ബെസ്റ്റ്. പാട്ട് പാടോ? താങ്ക് യു. ഇല്ല, ചെറുതായിട്ട്. ഇല്ല. ആരംഭിച്ചാലോ? ശരി സർ. ആദ്യം ഒരു സെഗ്മെന്റ് ഉണ്ട്, അതാണൊരു ചെറിയ പ്രയാസമല്ലേ? പക്ഷെ പ്രയാസമില്ല. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരാളിനെ കുറിച്ചാണ് സൂചന. നേരിട്ട് പരിചയമുണ്ടോന്നല്ല, നിങ്ങൾക്കറിയാവുന്ന ഒരു പേരിൻ്റെ. ആരംഭിക്കാം. നല്ല പേരാണ് മൈഥിലി. താങ്ക് യു സർ. സീതയുടെ പേരാണ്. അതെ. മിഥിലയുടെ മകൾ അല്ലേ? അതെ. വയലാറ് രാവണപുത്രിയിൽ എഴുതിയതാണ്. കണ്ണൊന്നടച്ചാൽ കരളിനകത്തൊരു പൊന്നിൻ ചിലമ്പു കിലിക്കും കുമാരിക എന്ന് പറയുന്നത് മൈഥിലിയെക്കുറിച്ചാണ്. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഈ മൈഥിലിയോടൊപ്പം, ഇത്തവണ മൈഥിലിയാണ്, ഞാനല്ല കേട്ടോ ഗ്രാൻഡ് മാസ്റ്റർ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ.
മൈഥിലി കണ്ടെത്തേണ്ട പ്രശസ്തിയുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന 1956 മാർച്ച് 9 ലണ്ടനിൽ ജനിച്ച ആ പ്രതിഭാശാലി പബ്ലിഷ് ചെയ്ത ആദ്യത്തെ കൃതിയുടെ പേര്, സൃഷ്ടിയുടെ പേര് ഓപ്പറേഷൻ ബെല്ലോസ് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഈ ഓപ്പറേഷൻ ബെല്ലോസ് എന്ന് പറയുന്ന ഫിക്ഷണൽ സൃഷ്ടിക്കുള്ളത്. പക്ഷേ അത് ജീവിച്ചിരുന്ന ഒരു ഒഫീഷ്യൽ, ഒരു മിലിറ്ററി ഒഫീഷ്യലിൻ്റെ സാഹസിക പ്രവൃത്തികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ആരാണെന്ന് ഇപ്പോൾ പറയാമെങ്കിൽ 1 കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കുക ഇല്ല, എവിടെയോ കിടക്കുന്ന ഒരാളല്ലേ. ശരി, രണ്ടാമത്തെ സൂചന എന്നാലോ? ട്രൈ ചെയ്യാം. ഫ്ലെച്ചർ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഏറ്റവും ചെറുപ്പക്കാരനായ ആളായി അദ്ദേഹം മാറി. 22ാമത്തെ വയസ്സിലാണ് ഫ്ലെച്ചർ സ്കൂളിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത്. അവിടുത്തെ എഡിറ്റർ, അവിടുത്തെ ജേർണലുകളുടെ, ഫ്ലെച്ചർ സ്കൂളിൽ ആ കാലഘട്ടത്തിൽ ജേർണലുകളുടെ എഡിറ്ററുമായി അദ്ദേഹം പ്രവർത്തിച്ചു. മൂന്നാമത്തെ ക്ലൂ പോവാം. അദ്ദേഹം ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ സെൻറ്റ് സ്റ്റീഫൻസ് ക്വിസ് ക്ലബിൻ്റെ ഫൗണ്ടറാണ്. നാലാമത്തെ ക്ലൂ വളരെ എളുപ്പമുള്ള ഒന്നായിരിക്കും, പറയട്ടെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ നായരാണ്. പാലക്കാട്ടുകാരനാണ് അദ്ദേഹം. ചന്ദ്രശേഖരൻ നായർ ദ സ്റ്റേറ്റ്സ്മാൻ കേട്ടിട്ടുണ്ടല്ലോ, പ്രശസ്തമായ ജേണൽ. അതിൽ 4 നൂറ്റാണ്ട് ജോലി ചെയ്തിരുന്നു. അവസാനത്തെ സൂചന ഷളൈ തരട്ടെ? ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ അടക്കം നിരവധി കൃതികൾ എഴുതിയ ഈ മനുഷ്യൻ തുടർച്ചയായി 4ാമത്തെ തവണയും ഇന്ത്യയിലെ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പത്മനാഭന്റെ നാട്ടിൽ നിന്നാണ്. ഉറക്കെ പറഞ്ഞോളൂ. ഡോക്ടർ ശശി തരൂർ. ശരിയാണ്. ഇംഗ്ലണ്ടിൽ 1956 മാർച്ച് മാസത്തിൽ ജനിച്ച ഡോക്ടർ ശശി തരൂർ 10-11 വയസ്സുള്ളപ്പോൾ എഴുതിയ ഓപ്പറേഷൻ ബെല്ലോസ് ആണ് അന്തർദേശീയ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. അതിനു മുമ്പ് 6 വയസ്സിൽ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്, കൃതികൾ എഴുതിയിട്ടുണ്ട്, രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്റ്റേറ്റ്സ്മാനിൽ 4 നൂറ്റാണ്ട് പ്രവർത്തിച്ചിരുന്നു. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലെ ക്വിസ് ക്ലബ്, സെൻറ്റ് സ്റ്റീഫൻസ് ക്വിസ് ക്ലബിൻ്റെ ഫൗണ്ടറും ഡോക്ടർ ശശി തരൂറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലെച്ചർ സ്കൂളിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ശശി തരൂറാണ്. അറ്റ് ദ ഏജ് ഓഫ് 22. ഒരുപാട് മികവുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഡോക്ടർ ശശി തരൂർ. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. പാലക്കാടുകാരനെ കുറിച്ച് തന്നെ തന്നില്ലേ ഞാൻ? ചിറ്റിലഞ്ചേരി കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉത്തരം പറഞ്ഞു തന്നെയല്ലേ? ശരി. അനിഷ പ്ലീസ്. ശ്രീ ജോ ആന്റണി, മൈഥിലി മനസ്സിൽ വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കാം. ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് മൈഥിലിയോടൊപ്പം യാഗം. മൈഥിലി വിചാരിച്ച വ്യക്തി ഇന്ത്യൻ? അതെ. മലയാളി? അതെ. പുരുഷൻ? അതെ. പാലക്കാട്ടുകാരൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഉണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? രാഷ്ട്രീയം അല്ല. കല, സാഹിത്യം ഇതിലേതെങ്കിലും ഒന്നിലാണോ? ആണ്. താങ്ക് യു. രാഷ്ട്രീയം അല്ലെന്ന് എന്നോട് മുൻകൂട്ടി പറഞ്ഞു തന്നു. സാഹിത്യമാണോ? റൈറ്ററാണോ? ആണ്. ആണ്. ചെറുകഥ, നോവൽ? അല്ല. 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 കവിത? 10 ചോദ്യങ്ങൾ യജ്ഞം. അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മലയാളിയായ കവിയാണ് എന്ന് പറഞ്ഞു അല്ലേ? എന്നാണ് പറഞ്ഞത്? കവിയല്ല, മീൻസ് കവിതയുണ്ട്. കവിതയുമുണ്ട്. അപ്പം മറ്റ് മേഖലകളുണ്ടെന്നാണ് അർത്ഥം. ഉണ്ട്. അത് മതപരമോ ആത്മീയമോ ആണോ? അല്ല. ഉദ്യോഗം, ബിസിനസ്? അതെ. ഉദ്യോഗം. അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിരുന്നു. അതെ.
മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു കവിയാണ് അദ്ദേഹം, ആണോ? അതെ. സിവിൽ സർവീസ് ഓഫീസർമാർ, IAS ഉദ്യോഗസ്ഥന്മാർ, IPS ഉദ്യോഗസ്ഥന്മാർ, IFS ഉദ്യോഗസ്ഥന്മാരൊക്കെ നൂറുകണക്കിന്, അല്ലെങ്കിൽ ഇതൊന്നോളമുള്ള ചരിത്രം നോക്കിയാൽ ആയിരക്കണക്കിന് പേരുണ്ട്. പക്ഷേ ഈ വ്യക്തി പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് മേന്മ കൊണ്ട് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ അക്ഷരപ്രവർത്തനം കൊണ്ട് കൂടിയല്ലേ? അതെ. 16 ചോദ്യങ്ങൾ രാജസൂയം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്നു. അതെ. 2 കൈയും ഉയർത്തി ഒരു സംശയം പോലും മനസ്സിലില്ലാതെ പ്രധാന മേഖല സാഹിത്യമാണോ എന്ന് ചോദിച്ചാൽ സാഹിത്യം എന്ന് തന്നെ പറയുകയും കവിതയാണോ എന്ന് ചോദിച്ചാൽ കവിത എന്ന് 100% കവിത എന്ന് അടിയുറച്ച് പറയുകയും ചെയ്യണം കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്ന ആളാണ് എങ്കിൽ നോക്കാം. സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് അദ്ദേഹമാണോ? അതെ. മലയാളം പള്ളിക്കൂടമായോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളുമായോ അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചലച്ചിത്ര നിർമ്മാതാവൊക്കെ ആയിരുന്ന, ഫിലിം മേക്കറായിരുന്ന ശ്രീ M. കൃഷ്ണൻ നായരാണോ? മലയാള ഭാഷയ്ക്ക് തൻ്റെ ഘടനാപരമായി അത്ര കണ്ട് സംയോജിപ്പുള്ള പദങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച അതിഗംഭീരമായ വളരെയധികം പുരോഗമന സ്വഭാവമുള്ള നിരവധി കവിതകൾ സമ്മാനിച്ച ഒരു കവി കൂടിയാണ്. തീർച്ചയായും ഒരു സിവിൽ സർവീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഉന്നത ഉദ്യോഗത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാളുപരി കാലം, അദ്ദേഹത്തിൻ്റെ കാലത്തിനൊക്കെ ശേഷം വരുന്ന കാലം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് മലയാള ഭാഷയിലെ ഗണനീയമായ സംഭാവനകൾ നൽകിയ എഴുത്തുകാരൻ എന്ന രീതിയിലാണ്. അത് K. ജയകുമാർ സാർ ആണെങ്കിൽ ആണോ? ജയകുമാർ സാർ വളരെ സീനിയറായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ അതിനേക്കാളുപരി മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകുന്ന ഒരു എഴുത്തുകാരനാണ്, കവിയാണ്, പ്രഭാഷകനാണ്. ടാഗോറിനെ കുറിച്ച് ഉള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ഏറ്റവും മനോഹരമായി നടത്തുന്ന പ്രസംഗകനായിരുന്നു ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ജയകുമാർ സാറെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, വളരെ ചെറിയൊരു വേദി പങ്കിടാൻ പറ്റിയാൽ പോലും ആ ഒരു കിട്ടുന്ന ഒരു 5 മിനിറ്റ് ഏറ്റവും അധികം നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ തക്ക പ്രഭാഷണങ്ങൾ, അല്ലെങ്കിൽ ചെറിയൊരു വർത്തമാനത്തിൽ പോലും അത്രയും നല്ല മോട്ടിവേറ്ററാണ്. സിവിൽ സർവീസിൽ ഭാഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ, അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് പറയുമ്പോൾ തീർച്ചയായും ആദ്യത്തേത് K. ജയകുമാർ സാറിൻ്റെ പേരുണ്ട്. ഒപ്പം ഈ പറയുന്ന മൈഥിലിയുടെ ജില്ലയിൽ ജനിച്ചത് മൈഥിലിയുടെ ജില്ലയിലാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിൽ കോട്ടയത്തുമൊക്കെ ദീർഘകാലം താമസിച്ച് പിന്നെ IAS വേണ്ടെന്ന് വെച്ച് പൊതുജീവിതത്തിലേക്ക് ഇറങ്ങുകയും രചനയിലേക്ക്, അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൂടുതൽ വ്യാപരിക്കുകയും കാർട്ടൂണുകൾ വരയ്ക്കുകയും ഒക്കെ ചെയ്ത സാക്ഷാൽ കൽപ്പാത്തിയിൽ ജനിച്ച മലയാറ്റൂർ രാമകൃഷ്ണൻ അടക്കം, CP നായരടക്കം, ഒപ്പം മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രഭാഷകനിൽ ഒരാളായ ഡോക്ടർ ബാബു പോൾ IAS അടക്കമുള്ള നിരവധി ആളുകൾ സിവിൽ സർവീസിലുണ്ട്. പക്ഷേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായി എന്നതുകൊണ്ടല്ല അവർ അംഗീകരിക്കപ്പെടുന്നത്, നാളുകളിൽ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ചരിത്രത്തിന് ശേഷം അതിജീവിക്കപ്പെടില്ലല്ലോ, മറിച്ച് അവർ നൽകിയ ഗണനീയമായ അക്ഷര സംഭാവനകളുടെ പേരിൽ തന്നെയാണ്. K. ജയകുമാർ കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയായ IAS ഉദ്യോഗസ്ഥൻ. കേരള സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനം ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരള സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ 1978 IAS നേടി. അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടർ, വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ, സെക്രട്ടറി, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 2002 മുതൽ 2007 വരെയുള്ള കാലത്ത് ഇദ്ദേഹം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു.
കവിതാ സമാഹാരങ്ങൾ, വിവർത്തനങ്ങൾ, ജീവചരിത്രം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 20ഓളം കൃതികൾ രചിച്ചു. 80-ൽ പരം മലയാള സിനിമകൾക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുള്ള ചിത്രകാരൻ കൂടിയാണ് ശ്രീ ജയകുമാർ. അനിഷ പ്ലീസ്. ഇത് മൈഥിലിക്ക് ഞങ്ങൾ നൽകുന്ന അശോപഹാരം. താങ്ക് യു സോ മച്ച്. മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ നൽകുന്ന നിരവധി സമ്മാനങ്ങൾ. താങ്ക് യു സോ മച്ച്.